വി ഗേൾസ് ആർ സോ സ്ട്രോങ് ആക്ച്വലി. അതായത് ഫിസിക്കലി അല്ല, ബട്ട് ഞാൻ മെന്റലി ആണ് പറയുന്നത്. വി ഓൾ ഹാവ് ബിൻ ടച്ച്ഡ് ഇൻഅപ്രോപ്രിയേറ്റ്ലി ബൈ ദാറ്റ് വൺ പേഴ്സൺ. നമ്മുടെ ഫാമിലിയിലുള്ള ആരെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന ആരെങ്കിലും ആയിരിക്കാം. വി ഓൾ ഹാവ് ഹാഡ് ദാറ്റ് എക്സ്പീരിയൻസ്. ആൻഡ് ഐ തിങ്ക് ബോയ്സിൻ്റെ സൈഡിൽ ഈ ഒരു പ്രശ്നം വരികയാണെങ്കിൽ that will be a really, really bad traumatic experience for their whole life. We actually have been going through this since childhood. അതായത് ബസ്സിൽ വരുമ്പോഴായാലും നടന്ന് റോട്ടിൽ കൂടെ വരുമ്പോഴായാലും ഡിസ്റ്റൻറ്റ് റിലേറ്റീവ് നിന്നായിരുന്നു. അതായത് എൻ്റെ അമ്മേൻ്റെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയിൽ. സോ ദേ യൂസ് ടു ലിവ് നെക്സ്റ്റ് ടു മൈ ഹൗസ്. ആൻഡ് അവരുടെ വീട്ടിലൊരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ടായപ്പം ഞാൻ പോയി. ആൻഡ് ക്യാരംസ് കളിക്കുന്ന ടൈമിൽ ഐ ഹാഡ് എ റിയലി, റിയലി ബാഡ് എക്സ്പീരിയൻസ്. ദ ഗൈ വാസ് ഡ്രങ്ക്. ആൻഡ് ഞാൻ അന്ന് രാത്രി വന്നിട്ട് എൻ്റെ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് പറഞ്ഞപ്പോൾ ഷീ വാസ് വെരി സൈലൻറ്റ്. ഓക്കെ, അമ്മ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് റിമെമ്പർ ഐ വാസ് ഇൻ 8th സ്റ്റാൻഡേർഡ്. ആൻഡ് നെക്സ്റ്റ് ഡേ ഞാൻ ഈ രാത്രി ഇങ്ങനെ ഹാളിൽ അമ്മയുടെ കൂടെ ഇരിക്കുന്ന സമയത്ത് മൈ ആൻറ്റി കെയിം. ഷീ നൗ ലിവ്സ് നെക്സ്റ്റ് ഡോർ. അപ്പം ഷീ കെയിം ആൻഡ് ഷീ വാസ് ലൈക്ക്, വിന്നി, സ്കൂളിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയരുത്. അവരത് സ്കൂളിൽ നമുക്ക് കുറച്ച് കമ്മിറ്റീസ് ഉണ്ടാവുമായിരുന്നു. അതായത് കംപ്ലയിൻറ്റ് ബോക്സ്, ജാഗ്രത കമ്മിറ്റി, അങ്ങനത്തെ കുറച്ച് കമ്മിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ആൻറ്റി വാസ് ലൈക്ക്, ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഇതൊന്നും പറയരുത്, ബിക്കോസ് അവരത് ഈ കമ്മിറ്റീസിലൊക്കെ പോയി പിന്നെ അത് പോലീസ് ഇഷ്യൂ ആവും എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഐ വാസ് ലൈക്ക്, എനിക്ക് മനസ്സിലായി. ഓക്കെ, തലേന്ന് ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞത് അമ്മ ആൻറ്റീൻ്റെ അടുത്ത് പറഞ്ഞു ഒബ്വിയസ്ലി, ബിക്കോസ് ആ ഫാമിലി റിലേറ്റ് ആയിട്ടുണ്ടായിരുന്ന ആളായിരുന്നു. എനിക്ക് എൻ്റെ അമ്മനൊന്നും പറയാൻ പറ്റില്ല. ഷി ഹാസ് ഡൺ സോ മച്ച് ഫോർ മീ. അതിനുശേഷം എനിക്ക് ഉണ്ടായ സിറ്റുവേഷൻസ് ഒന്നും ഞാൻ എൻ്റെ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. എൻ്റെ പപ്പ ഇത് അറിഞ്ഞിരുന്നെങ്കിൽ ഒബ്വിയസ്ലി ദാറ്റ് ഗൈ വുഡ് ബി ഡെഡ് ബൈ നൗ. പക്ഷേ യുനോ ഐ ഡിഡ്ന്റ് സേ ദിസ് ടു മൈ ഫാദർ. ഞാൻ അമ്മേൻ്റെ അടുത്ത് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ആൻഡ് ദെൻ ലേറ്റർ ഞാൻ എൻ്റെതായ രീതിയിൽ റിയാക്ട് ചെയ്യാൻ തുടങ്ങി. അതായത് ഞാൻ അങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ പിറുവിറുക്കാൻ തുടങ്ങി, മുഖം വീർപ്പിക്കാൻ തുടങ്ങി. ലൈക്ക് ലിറ്ററലി അവർക്ക് എൻ്റെ മനസ്സിലത് ഉണ്ട്, അല്ലെങ്കിൽ ഞാനതൊരു ഇതുപോലെ കൊണ്ട് നടക്കാൻ തോന്നിക്കാൻ വേണ്ടിയിട്ട് ഐ സ്റ്റാർട്ട് ഡൂയിങ് ദാറ്റ്. ഞാനിതിപ്പോൾ ചിരിച്ച് കളിച്ച് നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ട് എങ്കിലും അതൊരു ആണ് സൈഡിൽ നിന്നായിരുന്നെങ്കിൽ അവർക്കതൊരു വൺസ് ഇൻ എ ലൈഫ് ടൈം നടക്കും. ഇപ്പം ചിലപ്പോൾ ഉണ്ടാവായിരിക്കും, ബട്ട് ആ ടൈമിലൊക്കെ അവർക്കത് ഭയങ്കര റെയറായിട്ട് നടന്നുകൊണ്ടിരുന്ന കാര്യമായിരുന്നു. എനിക്ക് ഉണ്ടായ ഈ 3-4 സിറ്റുവേഷൻസിലും എനിക്ക് റിയാക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഭയങ്കര ബ്ലാങ്ക് ആയിപ്പോയി. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പോലും എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത് റിയാക്ട് ചെയ്യുന്ന ഗേൾസ് ഉണ്ട്. ഐ അപ്രീഷിയേറ്റ് യുവർ, എന്താ പറയുക, നിങ്ങളുടെ ധൈര്യം ഞാൻ ആക്ച്വലി സമ്മതിച്ചു. ബിക്കോസ് ഞാൻ എപ്പോഴും ഇനിയിപ്പോൾ എനിക്കറിയില്ല, ഇനി ഉണ്ടാവുകയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ റിയാക്ട് ചെയ്യാം, അല്ലെങ്കിൽ ചിലപ്പം ഞാൻ ബ്ലാങ്കായി പോവാം. എനിക്കറിയില്ല അപ്പോൾ എനിക്ക് എന്താ ഉണ്ടാകുമെന്ന്. പക്ഷേ ഇങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ എടുത്ത് ചാടി കരണത്തൊന്ന് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ഐ അപ്രീഷിയേറ്റ് യു പീപ്പിൾ സോ മച്ച്. അവർ കാണുകയാണെങ്കിൽ കാണട്ടെ എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത്. ആൻഡ് ഐ വിഷ് ദീസ് പീപ്പിൾ ഷുഡ് നെവർ ഹാവ് ഡോട്ടേഴ്സ് ഓർ ഗ്രാൻഡ് ഡോട്ടേഴ്സ് ഓർ ഈവൻ വൈഫ്. ഐ ഫീൽ സോ ബാഡ് ഫോർ യു ഗൈസ്. യാ, ദാറ്റ്സ് ഇറ്റ്.